സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് അല്ലാതെ വേറെ ഹായ് പുള്ളിയുടെ ഐഡിയ പറഞ്ഞു കുഴപ്പമില്ല. എല്ലാവരും വിളിച്ചു പോവാ. മൂന്നാളിപ്പുറം. ശരിക്കും കളി എന്താ, നമ്മളിപ്പോൾ എല്ലാവരും കണ്ടുകൂട്ടി ഒരു മാഫിയനെ സെലക്ട് ചെയ്യലല്ലേ. പക്ഷെ നമ്മൾ ഈ വീട്ടിൽ കാല് കുത്തിയതിന് ശേഷം ഞാൻ ഓൾറെഡി ഒരു മാഫിയനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ അയാളടുത്ത് പറഞ്ഞു നിങ്ങളാണ് ഇന്നത്തെ മാഫിയ. അത് അയാൾക്കറിയാം. ഈ കൂട്ടത്തിൽ മാഫിയ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഇത്രയും സമയമാണ് നിങ്ങൾ ടൈം ലൈൻ. ഈ ടൈം ലൈനിൽ ഞാൻ ഒരാളെടുത്ത് പോയിട്ട് അയാളടുത്ത് സംസാരിച്ചു നിങ്ങളാണ് മാഫിയ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എല്ലാരും ഒരു റീസൺ മനസ്സിൽ വിചാരിച്ചോ, ഞാൻ വന്നോളാം. Ladies and gentlemen, you are not ready for this. I'm a king, but I vibe from a saint. They call me a bad man, that's a fucking good thing. Mama said swing back when another man swings, so I made my mama proud and they make the hits rain. അളിയൻ വൈശാൽ പ്രകാശ്. കാരണം നീ ഇത് പറഞ്ഞ സമയത്താന്ന് തോന്നുന്നു ആള് സ്വന്തമായിട്ട് ആ ക്യാരക്ടറായിട്ട് അവിടെ നിന്നിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. ഒരു കയ്യിൽ എന്താണ് ഡ്രിങ്കും മറ്റേ പുറത്ത് മഞ്ഞത്തെ തണുപ്പും കൊണ്ട് വികാരം നിർബന്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ കാരണം ഓടി നടന്ന് റെസ്ലെസ് ആയിട്ട് പുതിയ ടീം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ഷി വാണ്ട് ഫൈറ്റ് സം. ദാറ്റ്സ് മൈ റീസൺ. പേര് പറഞ്ഞിട്ട് പൂട്ടി. എൻ്റെ അളിയൻ വൈശാൽ പ്രകാശ്. ഡോൺ. കാരണം ഡോൺ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്നത്, പക്ഷെ ഇവൻ നാച്ചുറൽ അല്ല. നീങ്ങനെ മാസ്റ്റർ അല്ലേ, മാസ്റ്ററിന്റെ അഭിനയം ഗോഡിന്റെ അഭിനയം വളരെ മോശമാണ്. അതുകൊണ്ട് ഇച്ചു ഡോൺ. സിബി. കാരണം ഫസ്റ്റ് ഇടുന്നതിന് മുമ്പ് പോയിട്ട് ഡ്രസ്സ് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് പക്ക നീറ്റായി വന്നു. നമ്മൾ പറഞ്ഞ സെക്കൻഡിൽ മോൻ കിടക്കൊണ്ട് നേരെ വാഷ്റൂമിൽ പോയി. അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സിബിച്ചേട്ടൻ. കാരണം ഭയങ്കര ടെൻഷനായിരുന്നു സിബിച്ചേട്ടൻ. കക്കൂസിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് ജോ ആണ്. കാരണം അവൾ കുറേ നേരമായിട്ട് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ തന്നെ 100% ജോ തന്നെ. എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞാൽ മതി, അല്ലാണ്ട് മാറ്റാൻ വേണ്ടി മാറ്റണ്ട. ഞാൻ ജോ. കാരണം ജോ നീ അവിടെ നിന്ന് കുറെ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു തീ കൂട്ടാൻ പോയ സമയത്ത്. ഒന്നാമത്തെ റൗണ്ടിന് ശേഷം വോട്ടിംഗ് സിസ്റ്റം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സിബിച്ചേട്ടന് 2 വോട്ട്, ജോവാന ജോണിക്ക് 2 വോട്ട്, ഇച്ചുവിന് 1 വോട്ട്, വൈശാലേട്ടന് 1 വോട്ട്. ഇപ്പോൾ 2 വോട്ട് ജോവാന ജോണിക്കും 2 വോട്ട് ഇച്ചുവിനുമായി ലീഡിങ്ങിലാണ്. സോറി, 2 വോട്ട് ജോവാന ജോണിയും 2 വോട്ട് സിബിച്ചേട്ടനുമായിട്ട് ലീഡിങ്ങിലാണ്. ഈക്വൽ വോട്ടാണ്. ദൈവത്തിന് ഈ കളി വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ദൈവം എന്ത് പറയുന്നു, എല്ലാവരും കണ്ണടക്കും. ഓക്കെ, മാഫിയ മാത്രം ഒന്ന് കണ്ണുറന്ന് മെല്ലനെ വെടിവെച്ചേ.
എല്ലാരും കട്ടോർത്തോ, എല്ലാരും കട്ടോർത്താ. ഓക്കെ സഞ്ജി, ആരൗട്ടായിട്ടുണ്ടാവുന്ന നീ പറയുന്നേ? ഞാൻ പറയാം ജോ ഔട്ടായിട്ടുണ്ടാവും. ആരൗട്ടായി? നീ ആരൗട്ടായിന്ന് പറയുന്നേ? ഞാൻ പറയും സഞ്ജയ് ഔട്ടായി. ഞാൻ പറയുന്നത് ഞാൻ ഔട്ടായിന്ന്. കാരണം പറയണോ? ആ പറഞ്ഞോ. കാരണം ഞാനും സിബിചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല 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 ഓക്കെ ഞാൻ തന്നെ. വൈശാലേട്ടാ? ഞാൻ ഇച്ചു ഔട്ടായെന്ന് പറയുന്നു. കാരണം ഞാനാ വെടിവെച്ചൊന്നുമില്ല. അല്ലല്ല, കാരണം ഞാൻ മെൻഷൻ ചെയ്തത് സിബിയാണ്. അപ്പൊ അത് എന്റെ കയ്യിൽ ബീർ മുട്ടിട്ട് വെറുതെ അപ്പൊ മിക്കവാറും ഇച്ചു പോകണമായിരിക്കും. എനിക്ക് കുറച്ചും കൂടെ കാരണം അറിഞ്ഞൂടാ. ഞാൻ നീതു ഔട്ടായിണ്ടോ? ചോദിച്ചാൽ ഔട്ടായിണ്ടോ? നീതു ഔട്ടായി. എന്നാ ദൈവം പറയട്ടെ ആരൗട്ടായെന്ന്. ഞാനായിരിക്കും. സിബിച്ചേട്ടൻ കളിയിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. 2 പേർ സിബിച്ചേട്ടനെ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിബിച്ചേട്ടനല്ല മാഫിയ. ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ആ മാഫിയ. നിങ്ങളിൽ 5 പേരിൽ ഒരാളാണ് മാഫിയ. അവനെ കണ്ടിട്ട് ഈ കളിയിൽ ഔട്ടായ വ്യക്തിനെ ദൈവം പുറത്താക്കിയതല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വെടിവെച്ചിട്ടതാ. നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന മാഫിയാണ് സിബിച്ചേട്ടനെ പുറത്താക്കിയത്. നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ആ മാഫിയ. ആ മാഫിയക്ക് ഇപ്പൊ 1 വോട്ട് കിട്ടിയാലും 0 വോട്ട് കിട്ടിയാലും പുറത്താക്കാം. റൗണ്ട് 2